ഊട്ടി വരെ നിങ്ങൾ വന്നിട്ട് ഇത്രയും വലിയൊരു മഹാന്റെ മക്ബറ നിങ്ങൾ അറിഞ്ഞില്ല, സിയാറത്ത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ തീരാൻ നഷ്ടമാണ് കേട്ടോ. തിങ്ങി നിറഞ്ഞ വനപ്രദേശമാണ് ഈ ദർഗയുടെ നാനാഭാഗത്ത്. സെയ്ദ് ഹസൻ ഷാ ഖാദിരി എന്നാണ് മഹാനുഭാവന്റെ പേര്. മഹാനുഭാവൻ ഈ വനപ്രദേശത്തിൽ വന്നിട്ട് ഗസലത്തിരിക്കുകയായിരുന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ആരാരും അറിയാതെ ആരാരും കാണാതെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാണ് ഗസലത്ത് എന്ന് പറയുക. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസലത്തിരുന്നത് പോലെ നമ്മളിപ്പോൾ കാണുന്നത് മഹാനവറുകൾ ഗസലത്തിരുന്നിരുന്ന ഒറ്റയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നിരുന്ന അല്ലെങ്കിൽ ആരാധന കർമ്മം നിർവഹിച്ചിരുന്ന ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ, അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു പേടി ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് പോലെ. പണ്ട് സൗർ ഗുഹയിൽ അബൂബക്കർ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനെ ഇരുന്നപ്പോൾ പുത്തുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തായാലേ അതുപോലത്തെ ചെറിയ ചെറിയ പുത്തുകൾ. ഏതായാലും ഈ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള മാർഗം വളരെ സിമ്പിളാണ്. ഊട്ടിയിൽ നിന്നും കൂണൂരിലേക്ക് പോകുന്ന വഴിയിൽ ഈഗിൾ ഡെയർ അഡ്വഞ്ചർ എന്ന പേരിലുള്ള സിബ് ലൈൻ ഒക്കെ ഉള്ള ഒരു പാർക്കുണ്ട്. ആ റോട്ടിൽ നേരെ പിടിച്ചാൽ ദർഗയിലേക്കുള്ള റോട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഏതായാലും ഒരു വട്ടമെങ്കിലും നമ്മൾ പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ്.